ഈ പൊങ്കാലയിൽ എനിക്ക് തോന്നുന്നു 1-2 വർഷത്തേക്കാണ് കൂടുതൽ തിരക്കാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നഗരത്തിലും ക്ഷേത്രത്തിലും ഈ വഴിയിലും. നമുക്കറിയാമല്ലോ, കോവിഡ് കഴിഞ്ഞ ശേഷം കുറച്ചൊരു ആൾക്കൂട്ടം താന്നുപോയി. പക്ഷെ ഈ വർഷം എന്റെ അഭിപ്രായത്തിൽ വീണ്ടും നോർമലായിട്ട് ഒരു പക്ഷേ ആ റെക്കോർഡ് പാസ് ചെയ്തിട്ടുണ്ടാവും. നല്ല ജനങ്ങള്. ഇപ്പോൾ അതിനൊരു സംവിധാനം ചെയ്തിരിക്കുന്ന എംപിമാർക്കൊക്കെ അത് കാണാനും വലിയ സൗകര്യമില്ല. അപ്പൊ കുറച്ചൊക്കെ മെനക്കേടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അത് കാണാനും അകത്ത് കയറി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായതിന് വലിയ സന്തോഷം. നമുക്കറിയണം, നമ്മളുടെ കേരള കൾച്ചറിന്റെ ഒരു വലിയൊരു കാര്യമാണത്. ഇപ്പോൾ ഞാൻ എന്റെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ മറ്റേവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് വെറും ഒരു കത്തിക്കലോ ഒരു പ്രാർത്ഥനയോ മാത്രമല്ല. 25 കൂടുതൽ ടെലിവിഷൻ ചാനൽസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരോ നിമിഷം ടെലികാസ്റ്റ് ഒരു ആശംസ കൂടി പൊങ്കാല ആശംസകൾ എല്ലാവർക്കും. ഒരു ആംബുലൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് എംപിയുടെ വാഹനം പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പൊങ്കാലയെ പറ്റി വിശദമായി പറയാൻ തുടങ്ങുകയായിരുന്നു.